പ്രിയപ്പെട്ടവരെ ഏവർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ LDF സർക്കാരിൻ്റെ വിവിധ ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ചു. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ തന്നെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനമായിരുന്നു 2500 രൂപ ക്ഷേമ പെൻഷനാക്കും എന്നുള്ളത്. അതായത് 100 രൂപ വീതം വർദ്ധിപ്പിച്ച് ഈ സർക്കാരിൻ്റെ കാലത്ത് 2500 രൂപ ആക്കുമെന്ന്. അപ്പോൾ ഇപ്പോൾ അങ്ങനെ ഒരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ സർക്കാർ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന ഊഹാപോഹങ്ങൾക്കെല്ലാം അടിസ്ഥാനം ഇല്ലാതാക്കിക്കൊണ്ട് നിലവിൽ 2000 രൂപ ക്ഷേമ പെൻഷനാക്കും എന്നാണ്. അതായത് 400 രൂപയാണ് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്നത്. ഈ നവംബർ മുതൽ ഇത് പ്രഖ്യാപനം മാത്രമല്ല, നവംബർ മുതൽ നടപ്പിലാക്കുക കൂടിയാണ്. അല്ലാതെ നേരത്തെ പറഞ്ഞതുപോലെ പ്രകടന പത്രികയിൽ പറഞ്ഞതുകൊണ്ട് ഇവിടുന്ന് ഭരണം തീർന്ന് ഇറങ്ങിപ്പോകാൻ നേരം കൊടുക്കാമെന്നല്ല. ഇനിയും ഈ സർക്കാരിന് 6 മാസ കാലയളവുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വരുന്ന നവംബർ മുതലുള്ള ക്ഷേമ പെൻഷൻ 2000 രൂപയാണ് എല്ലാവർക്കും ലഭിക്കുക. ഒരു ചെറിയ ഇത് പ്രഖ്യാപനത്തിന് കാലതാമസം വന്നു എന്നുള്ള എല്ലാവർക്കും അറിയാം. അത് സർക്കാർ നേരിട്ട ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കൊണ്ടൊക്കെ തന്നെയാണ്. എന്നാൽ ഈ സർക്കാരിൻ്റെ കാലത്ത് തന്നെ ഈ 2500 രൂപയിലേക്ക് തന്നെ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കും. അതിനി 6 മാസമുണ്ട്. അതിനുള്ളിൽ ഈ സർക്കാരിൻ്റെ കാലത്ത് തന്നെ 2500ലേക്ക് അത് മാറ്റുകയും ചെയ്യും. എന്തായാലും ഈ വരുന്ന മാസം മുതൽ 1600 എന്നുള്ളത് 2000 രൂപയാകുകയാണ്. അപ്പോൾ അതൊരു വലിയ സന്തോഷം നൽകുന്ന വാർത്ത തന്നെയാണ്. നിലവിൽ ക്ഷേമ പെൻഷൻ തുടങ്ങിയത് 1980-81 കാലഘട്ടത്തിൽ EK നയനാറുടെ മന്ത്രിസഭയുടെ കാലത്തായിരുന്നു. 45 രൂപയിലാണ് ഈ ഒരു ക്ഷേമ പെൻഷൻ പദ്ധതി തുടങ്ങിയത്. പിന്നീട് 1982-87 കാലത്ത് K കരുണാകരനാണ് ഭരിച്ചത്. അദ്ദേഹത്തിൻ്റെ കാലത്ത് 1 രൂപ പോലും ഇതിൽ കൂട്ടിയിട്ടില്ല. പിന്നീട് EK നയനാർ 1987 മുതൽ 91 വരെ ഭരിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലത്ത് 15 രൂപ ഇതിൻ്റെ അകത്ത് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചു. പിന്നീട് 1991 മുതൽ 96 വരെ K കരുണാകരനും AK ആൻ്റണിയും കൂടെ ഭരിച്ചു. അവരുടെ കാലത്ത് 1 രൂപ പോലും പിന്നീട് കൂട്ടിയില്ല. പിന്നെ 1996 മുതൽ 2001 വരെ EK നയനാർ വീണ്ടും അധികാരത്തിൽ വന്നു. അദ്ദേഹം 60 രൂപ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചു. പിന്നീട് 2001 മുതൽ 2006 വരെ AK ആൻ്റണിയും ഉമ്മൻചാണ്ടിയുമാണ് ഭരിച്ചത്. അപ്പോൾ അവരുടെ കാലത്ത് പിന്നീട് 1 രൂപ പോലും കൂട്ടിയില്ല. അത് കഴിഞ്ഞ് 2006 മുതൽ 2011 വരെ VS അച്യുതാനന്ദൻ നയിക്കുന്ന LDF സർക്കാർ വന്നു. ആ സർക്കാരിൻ്റെ കാലത്ത് 380 രൂപ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചു. പിന്നീട് 2011 മുതൽ 2016 വരെ ഉമ്മൻചാണ്ടി സർക്കാരാണ് ഭരിച്ചത്. അദ്ദേഹം 100 രൂപ ക്ഷേമ പെൻഷനിൽ വർദ്ധിപ്പിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഭരണകാലത്ത് ഈ പ്രഖ്യാപനം മാത്രം നടത്തിയതല്ലാതെ ആ 100 രൂപ കൂട്ടി ആളുകൾക്ക് ലഭിച്ചില്ല. അതായത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് 100 രൂപ കൂട്ടിയത് പേരിൽ മാത്രമായി, അർഹരായ ആളുകൾക്ക് ലഭിച്ചില്ല. പിന്നീട് 2016 മുതൽ വന്ന പിണറായി വിജയൻ്റെ ആദ്യ സർക്കാർ മുതലാണ് ക്ഷേമ പെൻഷൻ കൂട്ടിയത്. അങ്ങനെ കൂട്ടി 1400 രൂപയാണ് അദ്ദേഹത്തിൻ്റെ കാലത്ത് കൂട്ടിയത്. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ 2000 രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ്. 2000 രൂപയിലേക്ക് ക്ഷേമ പെൻഷൻ എത്തിയിരിക്കുകയാണ്. പിണറായി വിജയൻ്റെ ഭരണകാലത്ത് മാത്രം 1400 രൂപയാണ് ക്ഷേമ പെൻഷൻ കൂടിയത്.